നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഫിസിക്സിന്റെ പരീക്ഷ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കും, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ടെൻഷൻ ഒന്നും വേണ്ട. കാരണം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം, ഇനി ടെൻഷൻ ഉള്ളവരും അത്യാവശ്യം പെട്ടെന്ന് കണ്ട് ഈ വീഡിയോസിനകത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് കിട്ടാം. നിങ്ങളുടെ സീനിയേഴ്സൊക്കെ അടിപൊളി മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ മാഷിന്റെ കഠിനാധ്വാനം എന്നല്ല, അവർ പഠിക്കുകയോടെ ചെയ്തതുകൊണ്ടാണ്. നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോരല്ല, അധ്യാപനം പഠിപ്പിച്ചാൽ മാത്രം പോരാ, കുഞ്ഞുങ്ങൾ പഠിക്കുകയോടെ ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുന്നത്. അല്ലെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ചെയ്തൊക്കെ വെച്ചേക്കുക. കാരണം ഇങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷ ചോദിക്കുന്ന വീഡിയോസ് വന്നുകൊണ്ടിരിക്കും, അത് എല്ലാ സബ്ജക്ട്സിൻ്റെയും. ഓക്കെ, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് നോട്ട്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. അതൊക്കെ നമുക്ക് ചാപ്റ്റർ 1 to 5 പല കുട്ടികളും മാഷെ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കും. ഓരോ ചാപ്റ്റർ എണ്ണി മാഷ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഇത് പഠിച്ചുകൊണ്ടേ പോകാറുള്ളൂ. ഒരു 25 മാർക്കൊക്കെ അതിൽ നിന്ന് ചോദിക്കും. കാരണം 80 മാർക്കോളം ഉണ്ടല്ലോ നമുക്ക് ചോയ്സ് ഉൾപ്പെടെ. അതിൽ നിന്ന് 60 മാർക്കാണ്. എന്നാൽ ഈ 10-25 മാർക്ക്, 20 മുതൽ 25 മാർക്ക് വരെ നമുക്ക് ഏതിൽ നിന്ന് പ്രതീക്ഷിക്കാം? ആദ്യത്തെ 5 ചാപ്റ്റർ. ഏതൊക്കെയാണ് ആദ്യത്തെ 5 ചാപ്റ്റർ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, മൂന്നാമത്തെ കറണ്ട് ഇലക്ട്രിസിറ്റി, നാലാമത്തത് മൂവിങ് ചാർജസ്. അതായത് രണ്ടായിട്ട് തിരിക്കാം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ബയോട്സ് അവാർഡ്സ് ഒക്കെ ഉള്ളത്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഇനി ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിനകത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒക്കെ വരുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുളംസ് ലോ, കുളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും നോക്കിക്കോളുക. ഓക്കെ, ആക്സിയൽ ലൈന്, ഇക്വിറ്റോറിയൽ ലൈൻ, ഗോസസ് തിയറം, പ്രൂഫ്, 3 ആപ്ലിക്കേഷൻ. കാരണം ഈ ചാപ്റ്റർ വളരെ ലെങ്തിയാണ്, മാർക്കുള്ളതാണ്. രണ്ടാമത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിനകത്ത് കപ്പാസിറ്റൻസിന്റെ ഭാഗം കൂടുതൽ നോക്കിയോ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ഡെറിവേഷൻ വേണ്ട, അതിന്റെ ഇക്വേഷൻ മാത്രം മതി. U is equal to half CV². എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം മതി. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. C is equal to ε0 A/d. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഇതിനകത്തുനിന്ന് കളയാതെ പഠിച്ചോണം. എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ നോക്കിയുള്ള ജസ്റ്റ് ഇത്രയും ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി, പ്രാക്ടിക്കലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, അത് തമ്മിലുള്ള കറണ്ട്, റിലാക്സേഷൻ ടൈം ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഓംസ് ലോ, വളരെ സിമ്പിളായിട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഓംസുമായിട്ട് ബന്ധപ്പെട്ട റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, അതിൻ്റെയൊക്കെ യൂണിറ്റുകളെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പോകാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിനകത്ത് എന്നുള്ളത് വീൻസ്റ്റൺ ബ്രിഡ്ജ്. കിർച്ചോഫ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. കിർച്ചോഫിൻ്റെ 2 ലോ ഉണ്ട്, ജംഗ്ഷൻ റൂളും മെഷ് റൂളും. പിന്നെ വീൻസ്റ്റൺ ബ്രിഡ്ജ് വെരി ഇമ്പോർട്ടൻറ്റ്. നാലാമത്തെ ചാപ്റ്റർ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. F = BQV sin θ. അത് വെക്ടർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്. പിന്നെ 2 essay വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോട്സ് അവാർഡ്സ് ലോ, അതിനകത്തെ സർക്കുലർ ലൂപ്പ്, ആംബിയർ സർക്യൂട്ടർ തിയറം, അതിനകത്ത് 2 ആപ്ലിക്കേഷൻ. ഏതൊക്കെ? ലോങ് സോളിനോയിഡും ലോങ് സ്റ്റേറ്റ് കണ്ടക്ടറും. പിന്നെ കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ. അതുപോലെ അതിൻ്റെ പ്രോബ്ലംസ്. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. 2 പാരൽ കണ്ടക്ടേഴ്സ് എന്നിട്ട് അതിനിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ളൂ. ആംബിയറിൻ്റെ ഡെഫിനിഷൻ. 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഇലക്ട്രിക് ഫ്ലക്സ് പോലെ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ എക്സാമ്പിൾസ്. ഇത്രയും നിങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ, ഇത്രയും നോക്കിക്കൊണ്ട് പോകണം മിനിമം. ക്രിസ്മസ് എക്സാമിന് 1 മാർക്ക് പോലും പോകത്തില്ല. ഒരു 20-25 മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അന്നേരം ഇത് നിങ്ങൾ ഒരു വട്ടോടൊന്ന് വീഡിയോ കണ്ടു നോക്കുക, പെട്ടെന്ന് ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് എഴുതുക, പഠിച്ചോളുക. നോട്ട്സ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് വരും, ഉറപ്പുള്ള ചോദ്യങ്ങളുമായിട്ട്. പഠിച്ചോളുക. നെവർ എവർ ഗിവ് അപ്പ്.